ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ബട്ട് അത് പ്രൊമോഷൻ്റെ ഭാഗമൊന്നുമില്ല കേട്ടോ, അഫ്കോഴ്സ് അല്ല. പക്ഷേ ഇത് ഐ ഹാവ് ബിൻ യൂസിങ് ഇറ്റ് ഫോർ പാസ്റ്റ് 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് എന്തി മാർക്കറ്റ് ആണോ എനിക്കറിയില്ല, ബട്ട് അണ്ടർ റേറ്റഡ് ആണ്. ബിക്കോസ് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഒപ്പം 10 ഇയേഴ്സ് ആയിട്ട് കൂടെ ഉണ്ട്. ആൻഡ് ഐ ഹാവ് ബിൻ യൂസിങ് ഇറ്റ് ഫോർ വെരി ലോങ് ടൈം. ആൻഡ് ഇതെനിക്ക് നല്ല റിസൾട്ടേ തന്നിട്ടുള്ളൂ. സോ ഐ തോട്ട് വൈ നോട്ട് ഷെയർ ഇറ്റ് വിത്ത് യു പീപ്പിൾ. എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും ആൻഡ് ഹൗ ഇറ്റ് ഹെൽപ്പ് മീ ആൻഡ് മൈ ഹെയർ വിത്ത് ഇറ്റ്. സോ യെസ്, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് ബയോലേജിൻ്റെ ഹെയർ സിറം. സോ ഞാൻ നോർമലി കുറേ ഹെയർ സിറം യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ടു ദി എൻഡ് എനിക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടിയിട്ടില്ല. പറയാൻ വേണ്ടി നമ്മളെല്ലാവരും ഹെയർ സിറം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് അബൌട്ട് ദിസ് പ്രോഡക്റ്റ് ബയോലേജ്, ലെറ്റ് മീ ഷോ യു. യെസ്, അപ്പോൾ ഇതാണത് പ്രോഡക്റ്റ്, ബയോലേജിൻ്റെ ഹെയർ സിറം. ആൻഡ് ഇത് വരുന്നത് 385 റുപ്പീസിൻ്റെ ആണത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് 100 ml. 100 ml 385. സോ ഇത് എനിക്ക് തന്നേക്കുന്ന റിസൾട്ട് ഇസ് ലൈക്ക് അമേസിങ്. had a very bad hair. എനിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു, ഫ്രിസി ഹെയർ ആയിരുന്നു. ഞാൻ ഈ ഫ്രിസി ഹെയർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഐ ഡിഡ് സ്മൂത്തനിങ്. ബിക്കോസ് നോർമലി എനിക്ക് വർക്കിനെ പോകുമ്പോഴും ഐ ഫീൽ ഹെയർ ഒതുങ്ങി കിടക്കണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഉള്ള പ്രോബ്ലം ആ കാലത്ത് എഴുന്നേറ്റ് ഹെയർ ആയിരിക്കും ഒട്ടും സെറ്റ് ആവാത്തൊരു കാര്യം. ആൻഡ് എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഹെയർ ഒരിക്കലും സെറ്റ് ആവില്ല. ആൻഡ് ഈ ഒരു ക്രൗൺ ഏരിയ, നമ്മുടെ ഈ ഒരു ഏരിയ ആയിരിക്കും മോസ്റ്റ്ലി എൻ്റെ ഓയിലി ആയിട്ട് ഇരിക്കുന്നതും എനിക്ക് മുടി കെട്ടാൻ പറ്റാത്ത എൻ്റെ പ്രോബ്ലമൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് കാലത്ത് എഴുന്നേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടാവും, പെർഫെക്റ്റ്ലി ഫൈൻ ആയിരിക്കും, ബട്ട് ഹെയർ വിൽ ബി ദ മോസ്റ്റ് വേസ്റ്റ് എനിമി ആയിരിക്കും ആ ടൈമിൽ. സോ ഞാൻ എന്ത് ചെയ്തു, ആ ടൈമിൽ എനിക്ക് വർക്കിൻ്റെ ഉള്ളതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് സ്മൂത്തനിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് വെച്ചിട്ട് ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്തു. ആൻഡ് ഒരു മിനിറ്റ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒച്ചകൾ കേൾക്കാം. എൻ്റെ വാവ കിടന്ന് ഇവിടെ എൻ്റെ വീഡിയോയിൽ എങ്ങനെയൊക്കെ ചീത്തയാക്കാം അത് ചെയ്യാനുള്ള പ്ലാൻസാണ്. ഓക്കെ, സോ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഹെയർ സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പണിയും ചെയ്യേണ്ട. കാലത്ത് കുളിക്കുക, മുടി അങ്ങനെ തന്നെ നേരെ കിടന്നു പോകും, ലൈക്ക് എ പെൻസിൽ ഹെയർ. പക്ഷേ ദ പ്രോബ്ലം അഗെയിൻ വാസ് ലൈക്ക് എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്തത് ഹെയർ സ്മൂത്തൻ ചെയ്യേണ്ട, ബിക്കോസ് മുടി കേടാണ്, ഡെഡ് ഹെയർ ആണ്, പിന്നെ ഹെയർ വലുതാവുമ്പോൾ ആകെ മോശമാവും, സ്പ്ലിറ്റൻസ് വരും, ഡ്രൈ ആവും, ഫ്രിസി ആവും, എവറിഥിങ്. പക്ഷെ ഐ ഡിൻ ഗോ ഫോർ ഇറ്റ്. ഞാൻ വെച്ചു എനിക്ക് ചെയ്തേ പറ്റൂ, ബിക്കോസ് എനിക്ക് കറൻ്റ്ലി എൻ്റെ മുടി സെറ്റായി കിടക്കണം. ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ്, എന്നെ അറിയുന്നവർക്കറിയാം, എൻ്റെ ആ സ്മൂത്തൻ ചെയ്ത ടൈമിൽ പോലും ഐ നെവർ ഹാഡ് എനി സ്പ്ലിറ്റൻസ്. ഡ്രൈ ഹെയർ ആയിരുന്നില്ല, സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇത്രയും കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ബിക്കോസ് ഐ ഹാഡ് ഗുഡ് റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒറ്റ റീസൺ ഈ ബയോലേജിൻ്റെ ഈ ഒരു ഹെയർ സിറം മാത്രമായിരുന്നു. സോ ഡ്യൂറിങ് ദാറ്റ് ടൈമും ഞാൻ യൂസ് ചെയ്തത് ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഈ പോസ്റ്റ് പാർട്ടം ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് കുറേ ഹെയർ ലോസ് ഉണ്ടായി. മുടി ആകെ ഡാമേജ് പോലെയായിരുന്നു എൻ്റെ ഹെയർ കണ്ടുകൊണ്ടിരുന്നത്, ബിക്കോസ് അത്രയും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. സോ ആ ടൈമിലും this saved me literally. So അതുകൊണ്ട് ഐ തോട്ട് വൈ നോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾസോ. സോ എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിലും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ സ്കിൻ കെയർ എല്ലാ പ്രൊഡക്ട്സും എൻ്റെ കറണ്ട് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമായിരുന്നല്ലോ ഞാൻ ചേഞ്ച് ചെയ്യാത്തതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഐ തോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു. സോ ഇതിൽ അധികം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൺലി 384 എന്തോ ഉള്ളൂ ഹെയർ സിറം. ആൻഡ് ഇറ്റ്സ് അഫോർഡബിൾ, പ്ലസ് ഇതിനൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ അല്ലേ. സിറം ഈസ് മച്ച് റെക്കമെൻഡഡ്.
സോ ഐ ഹോപ്പ് നിങ്ങളും ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്കും ഒരു ഗുഡ് റിസൾട്ട് വരട്ടെ. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് 1 week 2 week യൂസ്. ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എക്സ്റ്റെൻഡഡ് ടു 3 months, അല്ലെങ്കിൽ ഒരു 1 or 2 month എങ്കിലും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കണം ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ യു. സോ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ഒട്ടും സ്റ്റിക്കി അല്ല, ഒരു ലൈറ്റ് കൺസിസ്റ്റൻസിയാണ്. സോ അതുകൊണ്ട് യു വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. സോ അത്ര. സോ ഞാൻ എന്തായാലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഇഫ് യു വോണ്ട് ടു ഗോ ആൻഡ് ഷോപ്പ് ഇറ്റ്. സോ ലെറ്റ്സ് സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.